സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കാണുന്നത് സ്കൂൾ കാലഘട്ടം മുതലേ ഒരു തലവേദനയാണോ? എങ്കിൽ മത്സര പരീക്ഷകളിൽ അത് അതിനേക്കാൾ തലവേദനയായിരിക്കും. ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം. എങ്ങനെ വളരെ വേഗം ക്യൂബ് റൂട്ട് കണക്കാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബാണ്. 1 ക്യൂബ് എന്നത് 1 ആണല്ലോ. അതേപോലെ 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729 ആൻഡ് 10 ക്യൂബ് 1000. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റിലേക്കാണ്. അതായത് 1 ക്യൂബ് എന്നതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ 2 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 8 ആണ്. 3 ക്യൂബിൻ്റെ 7 ആണ്, 4 ക്യൂബിൻ്റെ 4 ആണ്, 5 ക്യൂബിൻ്റെ 5 ആണ്, 6 ക്യൂബിൻ്റെ 6 ആണ്, 7 ക്യൂബിൻ്റെ 3 ആണ്, 8 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്, 9 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്, 10 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ക്യൂബുകളുടെ യൂണിറ്റ് ഡിജിറ്റ് ഓർത്തിരിക്കാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് അപ്ലൈ ചെയ്താൽ വളരെ വേഗം ഈ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ഉദാഹരണത്തിന് 1 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇനി 4 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റോ അത് 4 തന്നെയാണ്. 5 ക്യൂബിൻ്റെ ആണെങ്കിൽ അത് 5 തന്നെയാണ്. ഇനി 6 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 തന്നെ. 9 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 തന്നെയാണ്. 10 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഈ കൂട്ടത്തിൽ പെടാത്ത 4 പേരുണ്ട്. അവരെ ഒരു പർട്ടിക്കുലർ റിലേഷനിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് 2 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 8 അല്ലേ. അതേപോലെ 8 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 അല്ലേ. സോ 2 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 8ഉം അതേപോലെ 8 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2ഉമായിരിക്കും. ഇതേ കണക്ഷൻ തന്നെയാണ് 3ഉം 7ഉം തമ്മിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 3 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഇനി 7 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ 2ഉം 8ഉം അതേപോലെ 3ഉം 7ഉം ഇവരെ ജോഡികളായിട്ട് ഓർത്തിരിക്കുക. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ എല്ലാ സംഖ്യകളുടെയും ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വളരെ എളുപ്പത്തിൽ നമ്മുടെ മെമ്മറിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനിയൊരു ഉദാഹരണം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഉദാഹരണത്തിന് 912673, അതായത് 9,12,673 എന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ടാണ് കണക്കാക്കേണ്ടത് എന്ന് വിചാരിക്കാം. സോ നമ്മൾ ഇവിടെ ആദ്യമായി ചെയ്യേണ്ടത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യൂബ് റൂട്ട് ആണല്ലോ. സോ അവസാനത്തെ 3 നമ്പറുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അതായത് 6, 7, 3 എന്ന സംഖ്യകളെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ സംഖ്യ, അതായത് യൂണിറ്റ് ഡിജിറ്റിൻ്റെ പൊസിഷനിലുള്ള സംഖ്യ 3 ആണ്. അപ്പോൾ 3ൻ്റെ ക്യൂബ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് 7 ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇവിടെ നമുക്ക് 7 എന്നെടുത്ത് എഴുതാം. ഇനി അടുത്തത് 912 എന്ന സംഖ്യയാണ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. ഈ 912 ഏതൊക്കെ സംഖ്യകളുടെ ക്യൂബിൻ്റെ ഇടയിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അത് 729ൻ്റെയും 1000ൻ്റെയും ഇടയിൽ. അതായത് 912 സ്ഥിതി ചെയ്യുന്നത് 729ൻ്റെയും 1000ൻ്റെയും ഇടയിലാണ്. ദാറ്റ് മീൻസ് 9 ക്യൂബിൻ്റെയും 10 ക്യൂബിൻ്റെയും ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സോ ഇവരിൽ ചെറിയ ആളെ സെലക്ട് ചെയ്യുക, അതായത് 9നെ സെലക്ട് ചെയ്യുക. സോ ആ 9 നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു. സോ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 97 ആണ് 912673 എന്നീ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട്. ഇനി ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കിയാലോ. അടുത്തതായി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ക്യൂബ് റൂട്ട് ഓഫ് 474552 എന്നുള്ളതാണ്. അതായത് 4,74,552 എന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണക്കാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്യൂബ് റൂട്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ അവസാനത്തെ 3 സംഖ്യകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇതിൽ തന്നെ ഏറ്റവും അവസാനം നിൽക്കുന്ന സംഖ്യ 2 ആണ്. 2ൻ്റെ ക്യൂബ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റായിട്ട് എന്താണ് വരുന്നത്? 2ഉം 8ഉം തമ്മിലല്ലേ കണക്ഷൻ ഉള്ളത്. സോ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും. ഇനി ബാലൻസ് ഉള്ളത് 474 എന്ന സംഖ്യയാണ്. ഈ 474 ഏതൊക്കെ ക്യൂബുകളുടെ ഇടയിലാണ് വരുന്നത്? 474 വരുന്നത് 373ൻ്റെയും 512ൻ്റെയും ഇടയിലാണ് അല്ലേ. സോ ഇവരിൽ ചെറിയ ക്യൂബിനെ സെലക്ട് ചെയ്യുക. അതായത് 7 ക്യൂബിലെ 7നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ 7നെ നമ്മൾ ഇവിടെ എടുത്തിരുന്നു. സോ ക്യൂബ് റൂട്ട് ഓഫ് 474552 വിൽ ബി 78. ഇനി ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കിയാലോ.
ചോദ്യം ഇതാണ്, ക്യൂബ് റൂട്ട് ഓഫ് 804357, അതായത് 8,04,357 എന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണക്കാക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യൂബ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ 3 സംഖ്യകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അതിൽ തന്നെ യൂണിറ്റ് ഡിജിറ്റായ 7നെ ഫോക്കസ് ചെയ്യുന്നു. ഈ 7ൻ്റെ ക്യൂബ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 7ഉം 3ഉം തമ്മിലല്ലേ കണക്ഷൻ. സോ യൂണിറ്റ് ഡിജിറ്റ് എന്നത് 3 ആയിരിക്കും. ഇനി ബാലൻസ് ഉള്ളത് 804 എന്ന സംഖ്യയാണ്. ഈ 804 സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ക്യൂബുകളുടെ ഇടയിലാണ്? 804 729ൻ്റെയും 1000ൻ്റെയും ഇടയിലാണ്. ദാറ്റ് മീൻസ് 9 ക്യൂബിൻ്റെയും 10 ക്യൂബിൻ്റെയും ഇടയിലാണ്. ഇവരിൽ ചെറിയ നമ്പറായ 9നെ സെലക്ട് ചെയ്യുന്നു. ആ 9 ഇവിടെ എടുത്തിരുന്നു. സോ ക്യൂബ് റൂട്ട് ഓഫ് 804357 വിൽ ബി 93. സോ ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ക്യൂബ് റൂട്ട് കണക്കാക്കാം. ഇത് മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.